ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. ഇറ്റ്സ് മീ വടകൻ. എടാ സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നല്ല അടിപൊളിയാക്കി കേട്ടോ. SCRT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ മുഴുവൻ ക്വസ്റ്റ്യനും സെറ്റ് ആക്കി എടുക്കാൻ പോവുകയാണ് നമ്മൾ. അപ്പോൾ സോളിഡ്സ് ആണ് കുട്ടികൾക്ക് പൊതുവേ ടഫ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. എന്നാൽ ഇനി മുതൽ നിങ്ങൾ സോളിഡ്സിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. 12ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജനരൂപങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ നമ്മുടെ SCRT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, SCRT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേ ക്വസ്റ്റ്യൻ അല്ല, അത് പലവട്ടം സാർ ചെയ്തുകൊണ്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് സാർ ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത്. The surface area of a sphere is 80 square centimeter. അതായത് നമ്മുടെ സ്ഫിയറിന്റെ സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എത്രയാടാ? 80 സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഈ സ്ഫിയറിനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് രണ്ട് ഹെമിസ്ഫിയർ ആക്കുകയാണെങ്കിൽ ഈ ഹെമിസ്ഫിയറിന്റെ ഹെമിസ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്താണെന്നാ ചോദിച്ചത്. ഹെമിസ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. എന്താണ്? 3πr². എത്ര πr²? 3πr². അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ, സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ് 4πr². ദാറ്റ് ഈസ് ഈക്വൽ ടു 80. ഈ 4πr² ഇൻറ്റു 4 ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ ബാക്കി എന്തുണ്ടാവും? πr² ഈസ് ഈക്വൽ ടു 80 ഡിവൈഡഡ് ബൈ 4. ദാറ്റ് ഈസ് πr² ഈസ് ഈക്വൽ ടു 20 എന്ന് കിട്ടും. എന്തെന്ന് കിട്ടി? 20 എന്ന് കിട്ടി. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ πr² ഇവിടുത്തെ πr² സെയിം അല്ലേ? അപ്പോൾ ആ πr² പകരം എന്ത് കൊടുത്താൽ മതി? 20 കൊടുത്താൽ മതി. സോ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ ഈസ് 3 × 20. 3 × 20 എത്രയാണ്? 60 സെന്റിമീറ്റർ സ്ക്വയർ. സോ ഹെമിസ്ഫിയറിന്റെ ഏരിയ കിട്ടിയില്ലേ? ഹെമിസ്ഫിയറിന്റെ ഏരിയ ആരാണ്? ഓപ്ഷൻ ബി ആണ്, 60 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഡൗട്ട് ഉണ്ടോ? ഇല്ല. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ക്വയർ അടിയിലുള്ള ചതുരത്തിന്റെ വശം 12 സെന്റിമീറ്റർ ആണ്, 12 സെന്റിമീറ്റർ ആണ്. അതിന് തന്നെയാണ് നമ്മൾ ബേസ് എഡ്ജ് എന്ന് പറയാ. എ എന്ന് പറയുന്നത് എത്രയാണ്? 12 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ നാല് ഐസോസ്ലസ് ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഐസോസ്ലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ഈ സൈഡിലുള്ള ത്രികോണത്തിന്റെ വശത്തിന് നമ്മൾ പറയുന്ന എന്താടാ? പാർശ്വവക്ക് അല്ലെങ്കിൽ ലാറ്ററൽ എഡ്ജ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ 10 സെന്റിമീറ്റർ ആണ്. എത്ര സെന്റിമീറ്റർ ആടാ? 10 സെന്റിമീറ്റർ ആണ്. എത്ര? 10 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ എയും ഇയും എല്ലും തമ്മിൽ എന്തോ ഒരു അവിഹിത ബന്ധമുണ്ടല്ലോ, എന്തോ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ. യെസ്, നമ്മളോട് ചോദിച്ചത് വോളിയം കണ്ടുപിടിക്കാനാട്ടോ. പക്ഷേ നമ്മൾ എല്ലാം ആദ്യം കണ്ടുപിടിക്കണം. കാരണം എന്താണെന്നറിയോ? എല്ല് കിട്ടിയാൽ മാത്രമേ നമുക്ക് A 12 നമ്മുടെ എല്ല് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എച്ച് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എച്ചും എയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? A 12 അറിയാം. എച്ച് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് വോളിയം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം വോളിയത്തിന്റെ ഇക്വേഷൻ എന്താ? 1/3 A²h എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ പെട്ടെന്ന്. ഇവിടെ നമുക്കറിയാം L² ഈസ് ഈക്വൽ ടു, L² കണ്ടുപിടിക്കൽ എങ്ങനെയായിരുന്നു? E² നിന്നും A/2² കുറച്ചാൽ മതി. എന്ത് കുറച്ചാൽ മതി? A/2² കുറച്ചാൽ മതി. അങ്ങനെയാണ് പറയടാ. L² ഈസ് ഈക്വൽ ടു E² എന്ന് പറയുന്നത് 10ന്റെ സ്ക്വയർ മൈനസ് A/2 എന്ന് പറഞ്ഞാൽ A12 ആണ്. A12 ആണെങ്കിൽ 12ന്റെ പകുതി എത്രയാടാ? 6² ആണ്. അപ്പൊ എന്ത് വരും? L² ഈസ് ഈക്വൽ ടു 100 മൈനസ് 6ന്റെ സ്ക്വയർ 36 ആണ്. സോ L² ഈസ് ഈക്വൽ ടു 64 ആൻഡ് L ഈസ് ഈക്വൽ ടു √64. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ. നമുക്ക് എന്ത് കിട്ടി? L കിട്ടി. ചെരിവ് ഉയരം അല്ലെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് 8 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് എത്രയാടാ? ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. h² ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചതാണ്. എന്താണ്? L² മൈനസ് A/2². L² നിന്നും A/2² കുറയ്ക്കണം. അങ്ങനെയാണെങ്കിൽ പറഞ്ഞ h² ഈസ് ഈക്വൽ ടു L² ആരാ? 8² ആണ്. മൈനസ് A/2 എന്ന് പറഞ്ഞാൽ 6ന്റെ സ്ക്വയർ ആണ്. A എന്ന് പറഞ്ഞാൽ 12 ആണ്. 12ന്റെ സ്ക്വയർ, 12ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 6ന്റെ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു h² ഈസ് ഈക്വൽ ടു 8² എന്ന് പറഞ്ഞാൽ 64 മൈനസ് 6ന്റെ സ്ക്വയർ ആരാടാ? 36. കുഴപ്പമുണ്ടോ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞ് h² ഈസ് ഈക്വൽ ടു എന്തായിരിക്കടാ? 36. 64ൽ നിന്നും 36 കുറച്ചാൽ എത്രയാടാ? 28 ആണ്.
എത്രയാണ്? 28 ആണ്. ഈ സ്ക്വയറിന് ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ h ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും? √28 എന്ന് കിട്ടും. അപ്പം നമുക്ക് ഹൈറ്റ് എത്രയാണെന്ന് കിട്ടി? √28 സെന്റിമീറ്റർ ആണ്. ഇതിനെ ചെറുതാക്കാനൊന്നുമില്ല, വെറുതെ നിങ്ങൾ ചാടി കയറി റൂട്ടിനൊന്നും ചെറുതാക്കാൻ പോകണ്ട, ഇല്ലാത്ത റൂട്ട് നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകരുത്. സോ കിട്ടിയ ഹൈറ്റിനെ ഞാൻ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, √28. ആ √28 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കടാ? v ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു എ സ്ക്വയർ ആരാടാ? 12 ആണ്. 12ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 12 × 12 എന്നതിൽ തെറ്റൊന്നുമില്ല. ഇൻറ്റു ഹൈറ്റ് ആരാണ്? √28 ആണ്. എടാ 12ൽ എത്ര 3 ഉണ്ടടാ? 12ൽ എത്ര 3 ഉണ്ടടാ? 4 ടൈംസ് ആണ്. സോ വി ഈസ് ഈക്വൽ ടു 1 × 4 × 12. 4 × 12 എത്രയാടാ? 48 √28 സെന്റിമീറ്റർ ക്യൂബ്. കണ്ടോ വോളിയം കിട്ടി. നല്ലൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോകുന്നു. യെസ്, മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സെക്ടർ ഉണ്ട് നമ്മളെ കോണുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ വൃത്തസ്തൂപികയുമായിട്ട് ബന്ധപ്പെട്ട്, സ്തംഭമല്ല സ്തൂപിക, സ്തംഭം നമുക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ്. സോ സ്തൂപികയായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന ഒരു ചോദ്യം അല്ലെ. സെൻട്രൽ ആംഗിൾ, സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാന്ന് പറയുന്നുണ്ട്? സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 216 ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട്. ഇത് കട്ട് ചെയ്തിട്ടുള്ള വലിയ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 15 സെന്റിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വളച്ചുണ്ടാക്കുന്ന ഒരു കോണ്, ഇത് വളച്ചുണ്ടാക്കുന്ന കോണിന്റെ സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കണം. എടാ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാണ്. എൽ എന്ന് പറഞ്ഞാൽ ആരാടാ? സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വലിയ സർക്കിളിന്റെ റേഡിയസ് തന്നെയല്ലേ? സോ വലിയ സർക്കിളിന്റെ റേഡിയസ് 15 സെന്റിമീറ്റർ ആണ്. സോ സ്ലാൻഡ് ഹൈറ്റും എത്ര തന്നെയാണ്? 15 സെന്റിമീറ്റർ തന്നെയാണ്. സോ നമുക്ക് എന്ത് കിട്ടി? സ്ലാൻഡ് ഹൈറ്റ് കിട്ടി. ഇനി നമുക്ക് ബേസ് റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ബേസ് റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്തോ ഒരു അവിഹിതം ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു ആ ഇക്വേഷൻ? പറഞ്ഞ് x/360 ഈസ് ഈക്വൽ ടു r/l. സ്മോൾ ലെറ്റർ r/l ആണ്. x എന്ന് പറഞ്ഞാൽ 216 ഡിവൈഡഡ് ബൈ 360 ഈസ് ഈക്വൽ ടു പറഞ്ഞ് സ്മോൾ ലെറ്റർ r നമുക്ക് കണ്ടുപിടിക്കണം. എൽ എത്രയാ? എൽ എന്ന് പറഞ്ഞാൽ 15 ആണ്. ഈ 15 ഈക്വലിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എന്ത് സംഭവിക്കടാ? യെസ്, ഇത്രയേ ഉള്ളൂ. ഇതാ 216 ഡിവൈഡഡ് ബൈ 216 ഇൻറ്റു ഡിവൈഡഡ് ബൈ 15 അപ്പുറത്തേക്ക് വരുമ്പോൾ ഇൻറ്റു 15 ആവും. ഡിവൈഡഡ് ബൈ 360 ഈസ് ഈക്വൽ ടു r. കുഴപ്പമുണ്ടോ? ഇനി ഞാനൊന്ന് കട്ട് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ച് നോക്കണേ. ഇവിടെ നോക്കിയോ നമ്മൾ എന്താ ചെയ്യുന്നത്? 216ന്റെ പകുതി എടുക്കുന്നു 108, 360യുടെ പകുതി എടുക്കുന്നു 180, 108ന്റെ പകുതി എടുക്കുന്നു 54, 180യുടെ പകുതി എടുക്കുന്നു 90, 54ന്റെ പകുതി എടുക്കുന്നു 27, 90യുടെ പകുതി എടുക്കുന്നു 45. ഇപ്പൊ എന്താ ബാക്കിയുള്ളതെന്ന് പറഞ്ഞേ? r ഈസ് ഈക്വൽ ടു 27 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ അടിയിൽ 45 ആണ് ബാക്കിയുള്ളത്. ശ്രദ്ധിച്ചു നോക്കിയേ. 15ൽ എത്ര 5 ഉണ്ടടാ? 15ൽ എത്ര 5 ഉണ്ട്? 3 ടൈംസ് ഉണ്ട്. 45ൽ എത്ര 5 ഉണ്ടടാ? 9 ടൈംസ് ആണ്. ഇപ്പൊ നോക്കിയേ, ഇനിയും വെട്ടി ചെറുതാക്കാനുണ്ട്. ദാ നോക്കിയേ, 27ൽ എത്ര 9 പോവും? 27ൽ 9 3 ടൈംസ് പോവും. ബാക്കി 9ൽ 9 1 ടൈംസും പോവും. അങ്ങനെയാണെങ്കിൽ റേഡിയസ് r ഈസ് ഈക്വൽ ടു എന്താ? 3 × 3 എത്രയാടാ? 3 × 3 എത്രയാടാ? 9 സെന്റിമീറ്റർ ആണ്. സോ റേഡിയസ് അല്ലെങ്കിൽ ബേസ് റേഡിയസ് എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. ബേസ് റേഡിയസും കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? ഹൈറ്റ് വേണം. നിങ്ങൾ നോക്കിയേ, r എന്ന് പറയുന്നത് 9 ആണ്. L എന്ന് പറഞ്ഞാൽ L നമ്മൾ കണ്ടുപിടിച്ചതാണ് 15 ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ മക്കളെ, എങ്ങനെയാണ് h കണ്ടുപിടിക്കുക? h കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, h² ഈസ് ഈക്വൽ ടു L² മൈനസ് r². L² മൈനസ് r². അങ്ങനെയാണെ പറഞ്ഞ് h² ഈസ് ഈക്വൽ ടു L എന്ന് പറഞ്ഞാൽ 15ന്റെ സ്ക്വയർ ആണ്, മൈനസ് r-ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9² ആണ്. ദാറ്റ് ഈസ് h ഈസ് ഈക്വൽ ടു നോക്കിയേ 225 മൈനസ് 9ന്റെ സ്ക്വയർ ആരാടാ? 9ന്റെ സ്ക്വയർ ആരാ? 81 ആണ്. 81 ആണ്. അപ്പം 225ൽ നിന്നും എന്ത് കുറയ്ക്കണം? 81 കുറയ്ക്കണം. ഒന്ന് കുറച്ചേ. ദാ പെട്ടെന്ന് സാർ ഇവിടെ കുറച്ച് തരാം. 221 മൈനസ് 81, 225 മൈനസ് 81, 4 ഉണ്ട് ഇവിടെ. 12ൽ നിന്നും 8 കുറച്ചാൽ എത്രയാടാ? 12ൽ നിന്നും 8 കുറച്ചാൽ 4 ആണ്. ബാക്കി 1. ദാറ്റ് ഈസ് h² ഈസ് ഈക്വൽ ടു 144 എന്ന് കിട്ടി. 144ന് ഈ സ്ക്വയറിന് അങ്ങോട്ട് കൊണ്ടുപോയാൽ √144 ആണ്. √144 എന്ന് പറഞ്ഞാൽ 12 സെന്റിമീറ്റർ ആണ്. സോ നമുക്ക് ഹൈറ്റും കിട്ടി, റേഡിയസും കിട്ടി. നമ്മളെ ബി ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വോളിയം കണ്ടുപിടിക്കാനല്ലേ? യെസ്, ഹൈറ്റ് എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ്. നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? 9 സെന്റിമീറ്റർ ആണ്. റേഡിയസ് എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 1/3 πr² h.
എന്താണ് 1/3 പൈ ആർ സ്ക്വയർ എച്ച്. വോളിയം ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു പൈ ആർ സ്ക്വയറിന്റെ പൈ അവിടെ കിടക്കട്ടെ ഇൻറ്റു ആർ സ്ക്വയർ 9 സ്ക്വയർ ആണ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 12 ആണ്. എടാ ശ്രദ്ധിച്ച് നോക്കടാ, 12ൽ എത്ര 3 ഉണ്ട്? 4 ടൈംസ് ആണ്. സോ ബാക്കി എന്തുണ്ട്? വോളിയം ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു പൈ ഇൻറ്റു 9ന്റെ സ്ക്വയർ ആരാ? 81 ഇൻറ്റു 4 ഇൻറ്റു 81 എത്രയാടാ? 4 ഇൻറ്റു 81 324 പൈ സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. അപ്പൊ നമ്മൾ കോണുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനും നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. എടാ നമ്മുടെ സ്ക്വയർ പിരമിഡിന്റെ ലാറ്ററൽ ഫേസിൽ വരുന്ന ട്രയാങ്കിൾ ഈ 4 എണ്ണത്തിൽ ഏത് വരും എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പറയുന്നതിന്റെ മുകളിലുള്ള ഈ ഒരു ആംഗിൾ ഇല്ലേ സാർ, റെഡ് കളറിൽ കാണിച്ചു തരാം. ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു ആംഗിൾ ഇല്ലേ, ഈ ആംഗിൾ എന്ന് പറയുന്നത് 90നേക്കാൾ കുറവാവണം. 90 ആയിട്ട് കാര്യമില്ല, 90നേക്കാൾ കുറവാവണം. അങ്ങനെയാണെങ്കിൽ നോക്കി, ഇവിടെയുള്ള എത്ര? 35 + 35. ശ്രദ്ധിച്ച്, 35 + 35 70 കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവുക? ഒരു ട്രയാങ്കിളിനുള്ളിലുള്ള 3 ആംഗിൾ കൂട്ടിയാൽ 110 അല്ലേ അവിടെ ഉണ്ടാവുക. അപ്പോൾ ഇതല്ല. അടുത്തത് ഇവിടെ 40 + 40 80, ബാക്കി കുറച്ച് കഴിഞ്ഞാൽ 100 ഉണ്ടാവും. അപ്പോൾ ഇതും അല്ല. അടുത്തത് 45 + 45, അത് 180 നിന്ന് കുറച്ചാൽ 90 ഉണ്ടാവും. ഞാൻ പറഞ്ഞു 90 അല്ല, 90നേക്കാൾ കുറവ് വരണം. അപ്പോൾ ഇതുമല്ല. അടുത്ത് നോക്കിയേ, 50 + 50 100 ബാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ 80 ഡിഗ്രിയാണ് ഉണ്ടാവുക. അത് 90നേക്കാൾ കുറവാണ്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ദ ലാർജസ്റ്റ് സ്ക്വയർ പിരമിഡ്. ശ്രദ്ധിക്കണേ, സ്ക്വയർ പിരമിഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. സ്ക്വയർ പിരമിഡിന്റെ വോളിയം സ്ക്വയർ പിരമിഡിന്റെ വോളിയം കഴിഞ്ഞിട്ടില്ല. അടുത്തത് കോണിന്റെ വോളിയം. അടുത്തത് സ്ഫിയർ. ഈ പറയുന്ന 3 സാധനത്തിന്റെയും വോളിയം കണ്ടുപിടിക്കണം. എവിടെ നിന്നറിയോ? ഒരു പെട്ടിയുണ്ട്, ഒരു ക്യൂബോയിഡ് ഉണ്ട്, ഒരു ക്യൂബോയിഡൽ ബോക്സ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എടാ, ക്യൂബോയിഡൽ ബോക്സിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? എല്ലാ സൈഡും മുകളിലോട്ട് പോയാലും താഴോട്ട് പോയാലും ഹൈറ്റ് ആണെങ്കിലും സൈഡ് ആണെങ്കിലും ലെങ്ത് ആണെങ്കിലും ബ്രെഡ്ത്ത് ആണെങ്കിലും ഒക്കെ എത്രയായിരിക്കും? യെസ്, ഇറ്റ് ഈസ് 12 സെന്റിമീറ്റർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ബേസ് എഡ്ജ് ആരാ? ബേസ് എഡ്ജ് 12 ആണ്. ഇവിടുത്തെ ഹൈറ്റ് ആരാ? 12 ആണ്. കുഴപ്പമുണ്ടോ? ഹൈറ്റും ഇതും കിട്ടിക്കഴിഞ്ഞാൽ വോളിയം കണ്ടുപിടിച്ചൂടെ? വോളിയം ഈസ് ഈക്വൽ ടു 1/3 a square h. ദാറ്റ് ഈസ് വോളിയം ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു a സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12 സ്ക്വയർ ഇൻറ്റു പറയടാ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 12 ആണ്. ഇതാ നോക്കിയേ, ഇത് നിങ്ങൾ ചെയ്യൂലേ? ഞാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനുള്ളല്ലേ? യെസ്, സിമ്പിൾ ആയിട്ട് നിങ്ങൾ ചെയ്യുന്നതാണ്. ഇനി നമ്മൾ കോണിലേക്ക് കിടക്കുമ്പോൾ ഇവിടെ ഞാൻ ഇക്വേഷൻ മാത്രമേ എഴുതി തരുന്നുള്ളൂ കേട്ടോ. യെസ്, കോണിലേക്ക് കിടക്കുമ്പോൾ ഇവിടെ റേഡിയസ് അല്ല, ഡയാമീറ്റർ എന്ന് പറഞ്ഞാൽ, കാരണം അടിയിലുള്ള വട്ടം ഇത് അടിയിലുള്ള ഡയാമീറ്റർ എന്തായിരിക്കും? അത് 12 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 6 ആയിരിക്കും. ഹൈറ്റിൽ വല്ല മാറ്റവും വരുമോ? ഇല്ല, ഹൈറ്റ് എന്ന് പറയുന്നത് 12 തന്നെയായിരിക്കും. കുഴപ്പമുണ്ടോ? ഇതേ കേസ് നമ്മൾ വോളിയത്തിലേക്ക് വരുമ്പോൾ വോളിയത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം, 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്. ഓക്കെ അല്ലേ? ഇനി സ്ഫിയറിലേക്ക് കിടക്കുന്ന സമയത്ത് സ്ഫിയറിന്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ്. അതിൻ്റെയും ആ ഒരു വലിയ ബോൾ 12 സെന്റിമീറ്റർ ഉള്ള പെട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് 12 ആയിരിക്കും. അതിന്റെ റേഡിയസ് എത്രയായിരിക്കും? അതിന്റെ നേരെ പകുതി 6 സെന്റിമീറ്റർ ആയിരിക്കും. കുഴപ്പമുണ്ടോ? ഇവിടുത്തെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? 4/3 പൈ ആർ ക്യൂബ് എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുക. സെറ്റ് അല്ലേ? യെസ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സോളിഡ്സ് ഒന്നും ഒന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടി സ്കോർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. സോ മക്കളെ, നമുക്ക് കാണാം, വീണ്ടും നമുക്ക് കാണാം. മാത്തമാറ്റിക്സ് അടിപൊളിയായിട്ട് മോഡൽ എക്സാം ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടായിട്ട് എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ സെനിൻ വടക്കൻ സൈനിങ് ഓഫ് ഫ്രം RK Next. ബൈ, സീ യു ലേറ്റർ.